ഒരുപാട് കുട്ടികൾ പറയുന്ന ഒരു കൺസേൺ ആണ് മിസ് ബിസിനസ് സ്റ്റഡീസ് എത്ര പഠിച്ചിട്ടും മാർക്ക് കിട്ടുന്നില്ല, പഠിച്ചിട്ട് മനസ്സിലാവുന്നില്ല, തീരുന്നില്ല എന്നുള്ളതൊക്കെ. അപ്പോൾ ഇതിന് പിന്നിലുള്ള സിമ്പിൾ ഫാക്ട് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കോൺസെപ്റ്റ് മനസ്സിലാക്കാനായിട്ടാണ്. അല്ലാതെ ബാക്കി സബ്ജക്ട്സ് നോക്കുമ്പോൾ ഈസി ആയിട്ട് നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റാണ് ബിസിനസ് സ്റ്റഡീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ ബിസിനസ് സ്റ്റഡീസിനെ അടിപൊളിയായിട്ട് പഠിച്ച് അടിപൊളി സ്കോർ നേടാനുള്ള ഒരു വഴി ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മുടെ ചാപ്റ്റർ വെയിറ്റേജ് അനുസരിച്ചിട്ട് വേണം ഇനിയുള്ള നിങ്ങളെ പ്രിപ്പറേഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഓരോ ചാപ്റ്ററിന്റെ വെയിറ്റേജും നിങ്ങൾക്ക് ഇതാ എത്ര ചാപ്റ്റേഴ്സ് ഉണ്ട്, 11 ചാപ്റ്റേഴ്സ് ഉണ്ട്. അപ്പോൾ മൊത്തം 11 ചാപ്റ്റേഴ്സിന്റെ വെയിറ്റേജും ഞാൻ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. അപ്പോൾ ഇതനുസരിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇനിയുള്ള നിങ്ങളുടെ പ്രിപ്പറേഷൻസ് മുമ്പോട്ട് കൊണ്ടുപോകാം കേട്ടോ. ഓക്കെ, സോ +2 ബിസിനസ്സിലേക്ക് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ചാപ്റ്റർ നാച്ചർ ആൻഡ് പേർപ്പസ് ഓഫ് മാനേജ്മെന്റ് ആണ്. അതിൽ നിന്ന് ഏകദേശം 6 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ചാപ്റ്റർ വെയിറ്റേജ് അനുസരിച്ചിട്ട് എങ്ങനെയാണ് പഠിക്കാന്നുള്ള ഒരു ചെറിയൊരു കൺഫ്യൂഷൻ കൂടെ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവില്ല. യെസ്, അപ്പോൾ ഇവിടെ നോക്കിയാലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ ബിസിനസ് എൻവയൺമെന്റിൽ നിന്ന്, അതേപോലെ തന്നെ നമ്മുടെ കൺട്രോളിംഗ് നിന്ന്, അതേപോലെ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിൽ നിന്നൊക്കെ 4 മാർക്കിന് ക്വസ്റ്റ്യനെ ചോദിക്കുന്നുള്ളൂ. ഇത് ഭയങ്കര എക്സാക്റ്റ് ആയിട്ടുള്ളതല്ല, ഇത് ഏകദേശമുള്ള ഒരു കാൽക്കുലേഷൻ ആണ് പ്രീവിയസ് ഇയർ പാറ്റേൺസ് നോക്കിയിട്ട്. അപ്പോൾ ഈ 4 മാർക്കിനുള്ള ചാപ്റ്റേഴ്സിനൊന്നും നിങ്ങൾ പോയിട്ട് എസ്സേന്റെ ക്വസ്റ്റ്യൻ ഒന്നും പഠിക്കേണ്ട. അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾ കുറച്ചുകൂടെ ബുദ്ധിപരമായിട്ട് എന്ത് ചെയ്യേണ്ടത്, വെയിറ്റേജ് അനുസരിച്ചിട്ട് പഠിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്റേഴ്സിൽ നിന്ന് എസ്സേസ് വരില്ല എന്ന് നമുക്ക് ഉറപ്പിക്കാം. അപ്പോൾ നിങ്ങൾ ഹൈലി ഫോക്കസ് ചെയ്യേണ്ട ചാപ്റ്റേഴ്സ് ആണ് ഏത്, മെയിൻലി നമ്മുടെ ഡയറക്റ്റിംഗ്, ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, മാർക്കറ്റിംഗ് മാനേജ്മെന്റ്. ഇതിൽ നിന്നൊക്കെ നല്ല ഉറപ്പായിട്ട് നമുക്കൊരു എസ്സേ ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാം. നമുക്ക് തന്നെ അറിയാം ആ ചാപ്റ്റേഴ്സിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ഏതാണെന്ന്. അപ്പോൾ ആ ഒരു ടോപ്പിക് ബേസ് ചെയ്തിട്ട് തന്നെ ആയിരിക്കും നമ്മുടെ എസ്സേക്ക് 8 മാർക്ക് കിട്ടിയാൽ തന്നെ ലാഭമായില്ലേ? യെസ്, ഓക്കെ. അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇനിയുള്ള പ്രിപ്പറേഷൻസ് തുടങ്ങുക കേട്ടോ. സോ സെക്കൻഡ് ചാപ്റ്റർ നോക്കുവാണെങ്കിൽ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റിന് 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ബിസിനസ് എൻവയൺമെന്റ് 4 എണ്ണ വരുന്നുള്ളൂ. അതുകൊണ്ട് അതിലിരുന്നിട്ട് കുത്തിയിരുന്ന് പഠിച്ചിട്ട് വെറുതെ ടൈം വേസ്റ്റ് ചെയ്യേണ്ട. അതിലെ മെയിൻ കോൺസെപ്റ്റ് മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. ഇനി പ്ലാനിങ്ങിലേക്ക് നോക്കുകയാണെങ്കിൽ 6 മാർക്കാണ്. സ്റ്റെപ്സ് ഇൻ പ്ലാനിങ് ഒക്കെ അവിടെ പഠിച്ചു വെച്ചോ. ഓർഗനൈസിംഗിൽ നോക്കുകയാണെങ്കിൽ 7 മാർക്സ് ആണ്. സ്റ്റാഫിംഗിൽ 9 മാർക്സ് ആണ് ചോദിക്കുന്നത്. ചിലപ്പോൾ നമുക്ക് സ്റ്റാഫിംഗ് പ്രോസസ് ഒക്കെ ഒരു എസ്സേ ആയിട്ട് എക്സ്പെക്ട് ചെയ്യാം കേട്ടോ. ഇനി ഡയറക്റ്റിംഗിലേക്ക് നോക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും അവിടെ ഒരു എസ്സേ ഉണ്ടാവും. 11 മാർക്സിനാണ് അതിൻ്റെ വെയിറ്റേജ് വരുന്നത്. കൺട്രോളിംഗ് ചാപ്റ്റർ 4 മാർക്സേ ഉള്ളൂ. ഫിനാൻഷ്യൽ മാനേജ്മെന്റ് നോക്കുകയാണെങ്കിൽ 10 മാർക്സിനാണ്. ചിലപ്പം അവിടെ നമുക്കൊരു എസ്സേ എക്സ്പെക്ട് ചെയ്യാം. നെക്സ്റ്റ് മാർക്കറ്റിംഗ് മാനേജ്മെന്റ് 12 മാർക്സിനാണ് എസ്സേ ചോദിക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട്. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിലേക്ക് നോക്കുകയാണെങ്കിൽ 4 മാർക്കാണ്. അപ്പം അവിടെ എസ്സേസ് ഒന്നും എന്തായാലും ചോദിക്കില്ല. അപ്പോൾ ഇനിയുള്ള പ്രിപ്പറേഷൻസ് നിങ്ങൾ എന്ത് ചെയ്യുക, കുറച്ചുകൂടെ ഒന്ന് ബുദ്ധിയൊക്കെ ഉപയോഗിച്ചിട്ട് നല്ല രീതിയിലൊന്ന് മനസ്സിലാക്കി ഒന്ന് അനലൈസ് ചെയ്തിട്ട് പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ഏതാണെന്ന് നിങ്ങൾക്ക് തന്നെ ഈ ഒരു വെയിറ്റേജ് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ആ ചാപ്റ്റേഴ്സിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് അതിന് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുത്ത് എന്ത് ചെയ്യണം, ആദ്യത്തെ പ്രിപ്പറേഷൻസ് നിങ്ങൾ ആ ഒരു ചാപ്റ്ററിൽ തുടങ്ങാം. ഓക്കെ, എന്നിട്ട് ലീസ് മാർക്കുള്ള ചാപ്റ്റേഴ്സ് അവസാനത്തേക്ക് വെക്കുക. ഇറ്റ് ഡസൻറ്റ് മീൻ ആ ചാപ്റ്റർ നിങ്ങൾ ഒഴിവാക്കിയാലും കുഴപ്പമില്ല എന്നൊന്നല്ല കേട്ടോ. അതോടെ നിങ്ങൾ ഇൻക്ലൂഡ് ആയാലും നല്ലൊരു മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ് മറ്റൊരു കാര്യം നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ബിസിനസ് സ്റ്റഡീസ് ഒരിക്കലും നിങ്ങൾ ഇതുപോലെ ലോങ് എസ്സേസ് ആയിട്ട് എഴുതരുത്. ഓക്കെ, ഇത് വലിയൊരു തെറ്റാണ് എല്ലാവരും ചെയ്യുന്നത്. ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, ഓരോ പോയിന്റുകൾ എഴുതുക, അതിനെ ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് പോയിന്റ് എഴുതുക, അതിനെ ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യുക. ആൻഡ് സമയം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സുകൾ, എന്തെങ്കിലും ഇയേഴ്സ് അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ വരുവാണെങ്കിൽ, ടേംസ് വരുവാണെങ്കിലൊക്കെ അതിനെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അണ്ടർലൈനൂടെ ചെയ്താൽ ആ പേപ്പർ ഇവാലുവേറ്റ് ചെയ്യുന്ന ടീച്ചേഴ്സിന് ഒന്ന് ഇംപ്രസീവായിട്ട് തോന്നും. അപ്പോൾ അവർ നല്ലൊരു മാർക്ക് ഇട്ട് തരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ മെയിൻ ടോപ്പിക്സ് എങ്കിലും എന്ത് ചെയ്യണം, മെയിൻ പോയിന്റ്സ് ഒന്നും പഠിച്ച് കഴിയാത്തവർ എന്ത് ചെയ്യും, മെയിൻ പോയിന്റ്സ് എങ്കിലും ഓരോ ചാപ്റ്ററിൻ്റെത് പഠിച്ചിട്ട് എന്ത് ചെയ്യണം, നിങ്ങളുടെ വേർഡ്സിൽ അതൊന്ന് ഡിസ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, സോ ബിസിനസ് സ്റ്റഡീസിൽ നിങ്ങളെ സഹായിക്കാനുള്ള എല്ലാ ടിപ്സും ട്രിക്സും ഒക്കെ ആയിട്ട് നമ്മൾ ഈ ഒരു ചാനലിൽ വീണ്ടും വരുന്നതാണ്. അപ്പോൾ ഇനി നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്താ വേണ്ടത്, നിങ്ങൾ എന്താണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നുള്ള കാര്യം എന്ത് ചെയ്യുക, താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് 1 ഷോട്ട്സ് ആണോ വേണ്ടത്, ക്വസ്റ്റ്യൻ ഡിസ്കഷൻസ് ആണോ വേണ്ടത്, എങ്ങനെയാണ് നമുക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ സജസ്റ്റ് ചെയ്താൽ ഒബ്വിയസ്ലി നമ്മൾ അത് ചെയ്തു തരുന്നതാണ് കേട്ടോ. ഓക്കെ, സോ മറക്കണ്ട, ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക, ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഇനിയുള്ള ദിവസങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് വളരെ ക്രൂഷ്യലാണ്. സോ ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ നമ്മളിവിടെ അറിയിക്കാം. ആൻഡ് ഓൾസോ ഡോണ്ട് മിസ് ദിസ്. നമ്മുടെ ബാച്ച് അല്ലെ, ക്രാഷ് ബാച്ച് ഇപ്പോൾ റൺ ചെയ്യുന്നത് വെറും 1799 റുപ്പീസിനാണ്. +2 ആണ് ഇതിൻ്റെ ഒരു മാർക്ക്. ടേണിംഗ് പോയിന്റ് അല്ലെങ്കിൽ മക്കളെ, ഇത് നിങ്ങളുടെ ലൈഫിലെ ഒരു എൻഡ് സ്റ്റേജ് തന്നെയാണ് നമ്മുടെ +2 എന്ന് പറയുന്നത്. അപ്പോൾ അത്യാവശ്യം നിങ്ങൾ എഫേർട്ട് എടുത്ത് +2ൽ അത്യാവശ്യം ഒരു മാർക്ക് വാങ്ങിയില്ലെങ്കിൽ നിങ്ങൾ ലൈഫിൽ തന്നെ ഒബ്വിയസ്ലി സ്റ്റക്ക് ആവും. ആ ഒരു കാര്യം മനസ്സിൽ വെക്കുക. അതുകൊണ്ട് ഇനി റിസ്ക് എടുക്കാൻ നിങ്ങൾ നിൽക്കണ്ട. ഇനി ഒരുപാട് ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് ഒരുപാട് സബ്ജക്റ്റിൽ തോന്നുവാണെങ്കിൽ ഒബ്വിയസ്ലി
നിങ്ങൾക്ക് ബെസ്റ്റ് എന്ന് പറയുന്നത് ഞാൻ സജസ്റ്റ് ചെയ്യുന്നു നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യുക. വെറും 1799 റുപ്പീസിനാണ് നമ്മുടെ ബാച്ച് ഇപ്പോൾ അവൈലബിൾ ആയിരിക്കുന്നത്. കാരണം ഇത് നമ്മളുടെ ലൈഫിനെ തന്നെ ബാധിക്കുന്ന ഒന്നാണ്. അപ്പോൾ 1799 എന്ന് പറയുന്നത് ചെറിയൊരു എമൗണ്ട് തന്നെയാണ് അല്ലേ? യെസ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ എല്ലാ സബ്ജക്റ്റിൻ്റെയും റെക്കോർഡഡ് ക്ലാസ്സുകൾ, ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ടീച്ചേഴ്സിനോട് ചോദിക്കാനുള്ള ലൈവ് സെഷനുകൾ, ഓരോ ദിവസവും മക്കൾ എന്ത് പഠിക്കണം എന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞുതരാൻ വേണ്ടിയിട്ടുള്ള മെൻറ്റേഴ്സ്, ഒരുപാട് ക്വസ്റ്റ്യൻ ഡിസ്കഷൻസ്, ടെസ്റ്റുകൾ, ദെൻ സബ്ജക്റ്റ് വൈസ് ക്ലബ്സ്. ഏതെങ്കിലും സബ്ജക്റ്റിൽ നിങ്ങൾ ബുദ്ധിമുട്ട് നേടുന്നുണ്ടെങ്കിൽ ആ സബ്ജക്റ്റിൽ നിങ്ങളെ ഏറ്റവും പ്രോ ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സബ്ജക്റ്റ് വൈസ് ക്ലബ്ബുകളുമുണ്ട്. ക്ലബ് ആക്ടിവിറ്റീസ് ഒക്കെ അവിടെ നടക്കും. ബേസ് മുതൽ നിങ്ങളെ ടോപ്പ് എത്തിക്കേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ താഴെ കമൻറ്റ് ബോക്സിലുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്യുക, രജിസ്റ്റർ ചെയ്യുക. ഓക്കെ. അപ്പോൾ ഡോണ്ട് മിസ് ഔട്ട്. ഈ ഒരു ഓഫർ കുറഞ്ഞ ദിവസങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. 1799 റുപ്പീസിനാണ് ഇപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ബാച്ച് അവൈലബിൾ ആകുന്നത്. അപ്പോൾ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക, രജിസ്റ്റർ ചെയ്ത് വെക്കുക. ഇന്ന് തന്നെ പൈസ അടിക്കാനൊന്നും മിസ് പറയുന്നില്ല. പക്ഷേ ഈ ഒരു ഓഫർ നിങ്ങൾ മിസ് ഔട്ട് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ഒന്ന് രജിസ്റ്റർ ചെയ്തു എന്നുള്ളത് ഉറപ്പിക്കുക. ആൻഡ് മറ്റൊരു കാര്യം കൂടെ അല്ലേ, ഞാൻ നേരത്തെ പറഞ്ഞതാണ്, നിങ്ങൾ ഇനി എന്താണോ നമ്മളെടുത്തുനിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത് ആ ഒരു കാര്യം കൂടെ താഴെ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കാം. ഓക്കെ. സോ വി വിൽ ഹെൽപ്പ് യു. ഓൾ ദി വെരി ബെസ്റ്റ്.